ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്സൊക്കെ ഇട്ടിനി. അപ്പം അതൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു കേട്ടോ എല്ലാവർക്കും. കുറേ ആയില്ല ഇപ്പോൾ ഐഷുവിനൊക്കെ അംഗനവാടിയിൽ കൊണ്ടുപോയാക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം അവളെ ഒന്ന് കൂട്ടാന്നുള്ള നിലക്കാണ് ഇട്ട് അങ്ങനെ ഇട്ടത്. അവളെ കൊണ്ടുപോയാക്കുകയാണേ. ഇന്നലെയും മിനിയാന്നൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നെന്താ അറിയില്ല, രാവിലെ ഒന്നും മഴയില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇന്നിപ്പോൾ അത്യാവശ്യം മഴൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഷോർട്സ് ഇട്ടുണ്ടാവില്ലേ ഉണ്ണിയപ്പത്തിൻ്റെ. അപ്പം ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം. അപ്പം പെട്ടെന്ന് നല്ല അങ്ങനെ ഒരു തട്ടിക്കൂട്ടാക്കി ഉണ്ടാക്കിയതിന് പക്ഷെ നല്ല നന്നായിട്ടുണ്ടായിന് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ വന്നിട്ട് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായി എന്നുള്ളക്ക് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ണിയപ്പമൊക്കെ. ഇത് മാത്രമൊന്നുമില്ല കേട്ടോ, ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിന് കേട്ടോ. അതിൻ്റെ അടുത്ത് നല്ല മഴ കേട്ടോ. ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു. 2 ദിവസത്തിൻ്റെ മഴ ഫുൾ ഇന്ന് തന്നെ പെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചത്തേക്ക് സ്പെഷ്യലായിട്ടൊന്നുമല്ല, ഉള്ള ചോറ് വെച്ചിട്ട്, ചോറ് എന്നല്ല ഇന്ന് തേങ്ങാച്ചോറും ബീഫേനും കേട്ടോ. അപ്പം തേങ്ങാച്ചോറും ബീഫ് കൂടിയും പൊതിഞ്ഞാട്ട് കഴിക്കാമെന്നുള്ള നിലക്ക് നിന്നതാട്ടോ. അപ്പം വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ അതിനെന്ത് സ്പെഷ്യൽ ഉണ്ടാവുമോ എന്നുള്ള നിലക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് നല്ല ചൂടുള്ള തേങ്ങാച്ചോറും ചൂടുള്ള ബീഫും അത് കൂട്ടത്തിൽ അച്ചാറും കേട്ടോ. അത് മാത്രം വെച്ചത്. എന്നിട്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞിട്ടു. നല്ല ചൂടുണ്ടായിന് അത് പൊതിയുമ്പോൾ. അപ്പോൾ നല്ല ചൂടിൽ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പൊതിഞ്ഞ് വെച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ നിന്നത്. അപ്പോൾ അത്രയും നേരം പൊതിഞ്ഞ് വെച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് തുറന്നപ്പം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ണിയപ്പമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ ഒന്ന് ചോരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ഉണ്ണിയപ്പമൊക്കെ നല്ല ഇതിൽ അടിപൊളിയായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. കുറേ കാലത്തിന് ശേഷം കഴിക്കണോണ്ടാണോ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന് വീട്ടിലുണ്ടാക്കിയോണ്ടും. അങ്ങനെ ഞാൻ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചോറ് തിന്നാൻ നിന്നിട്ടോ. ഇത് നോക്കിയപ്പോൾ നല്ല നിറച്ചുണ്ടായിന് കേട്ടോ. വെച്ചത്ര തുറന്ന് നോക്കിയപ്പോൾ നല്ല തോനെ ചോറുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി കഴിച്ചിട്ടോ. ഫുള്ള് കഴിച്ചാനൊന്നും കഴിയൂല, അത്രക്കും ഉണ്ടായിന്. ബീഫായാലും നല്ല ഒട്ടിന് ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പൊതിഞ്ഞപ്പോൾ തന്നെ കണ്ടാൽ അറിയില്ലേ, പൊതിഞ്ഞത് ഇങ്ങോട്ട് മാറ്റി കണ്ടാൽ തന്നെ അത്രക്കും നല്ല ദമ്മിലൊക്കെ നിന്ന്. അപ്പോൾ നല്ല അടിപൊളിയാക്കി അത് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇതാ ഈവനിങ് ഒക്കെ ആയപ്പോൾ മക്കൾ വരുന്നുണ്ടെന്ന് കണ്ടപ്പം തന്നെ വേഗം ഓർഡർ ചെയ്തേന് കേട്ടോ. ഞാൻ മക്കൾ ഫൈസ് പറഞ്ഞിത് ഇങ്ങനെ കേക്ക് വാങ്ങാമെന്ന് കേട്ടോ. അപ്പം ബക്ലാവ കണ്ടപ്പോൾ അതും വാങ്ങിയതാണ് കേട്ടോ. ഞാൻ രണ്ടും മമത ഗ്രാൻഡ് സിറ്റിയിൽ നിന്ന് ഓർഡർ ചെയ്തതേനെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലിന് കേക്ക് മുറിക്കണം എന്നൊക്കെ കരുതീന്. പിന്നെ അത് വേണ്ടെന്നുള്ള എനിക്ക് ഇതാക്കിയതാണ്. മക്കളൊക്കെ വന്ന് അവർക്ക് ഇത് കണ്ടാൽ പിന്നെ അവർ നിൽക്കില്ല. അപ്പം വേഗം പൊളിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം അവർക്ക് രണ്ടാൾക്കും കൊടുത്ത്, ബാക്കിൽ ഉമ്മാക്ക് കൊടുത്ത്, പിന്നെ എൻ്റെ ആങ്ങളൻ്റെ വൈഫുണ്ട്, എൻ്റെ നാത്തൂന്, ഓക്ക് കൊടുത്ത്, ഓൾ എനിക്ക് ഇട്ടെന്ന്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇത് ഒക്കെ തന്ന ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം. ഓക്കെ, ടാറ്റാ.